ഇനി നമുക്ക് ഒരു കൃഷിയിലേക്ക് കടക്കാം. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം അവരുടെ കാർഷിക വിഭവങ്ങളും നമ്മുടെ കേരളത്തിലേക്ക് എത്തുകയാണ് കേട്ടോ. നമ്മുടെ ചുരക്കയില്ലേ, ആ ചുരക്കയുടെ ആസാം വകഭേദം നമ്മുടെ നാട്ടിൽ വിളയിച്ച് അതിൽ വിജയം കൊയ്തിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ അജ്മൽ ഷാജഹാൻ എന്ന വ്യക്തി. നമുക്ക് ആ കൃഷി രീതി ഒന്ന് കാണാം. കേരളത്തിൽ തൊഴിൽ സാധ്യത തേടി വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴി അവരുടെ കാർഷിക വിഭവങ്ങളും നമ്മുടെ മണ്ണിൽ വേരുപിടിക്കുന്നു. ചുരക്കയുടെ ആസാം വകഭേദം സ്വന്തം കൃഷിയിടത്തിൽ വിളയിച്ചിരിക്കുകയാണ് കോതമംഗലം അടിവാട് സ്വദേശി അജ്മൽ ഷാജഹാൻ. സുഹൃത്തായ ആസാം സ്വദേശി ഉമർ അലിയാണ് ആസാം ചുരക്കയെപ്പറ്റി പറഞ്ഞതും വിത്തുകൾ എത്തിച്ചു നൽകിയതും. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷി ലാഭകരമാണെന്ന് വ്യക്തമായതോടെ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഷാജഹാൻ. വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അധികം ചെലവ് വരുന്ന ഒരു കൃഷിയല്ല. ഇതിനകത്തേക്ക് നമുക്കൊരു ഏറ്റവും കൂടിയ ഒരു 50 സെന്റ് സ്ഥലത്തേക്ക് ഒരു 20,000 രൂപ താഴെയാണ് നമുക്ക് മുടക്ക് വരുന്നത്. ഒരു 30 രൂപ 40 രൂപ ഗ്യാരണ്ടി ആയിട്ട് ഇതിനകത്ത് നമുക്ക് തിരിച്ചു കിട്ടുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഷാജഹാന്റെ പ്രയത്നത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകുമെന്ന് കൃഷിവകുപ്പ് അറിയിച്ചു. ഒരു ഹെക്ടറിലേക്ക് ഏകദേശം 20 ടണ്ണോളം വിളവ് ലഭിക്കാവുന്ന ഒരു കൃഷിയാണ് ഈ തുടങ്ങിയിരിക്കുന്ന ചുരക്ക ഇനത്തിൽപ്പെട്ട ഈ പച്ചക്കറി കൃഷി. പഞ്ചായത്തും പല്ലാരിമംഗലം പഞ്ചായത്തും കൃഷിഭവനും പച്ചക്കറി കൃഷി ചെയ്യുന്നതിനുള്ള നല്ല രീതിയിലുള്ള സഹായങ്ങൾ കർഷകർക്ക് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അജ്മൽ ഷാജഹാൻ എല്ലാ പിന്തുണയുമായി പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തും രംഗത്തുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അരുൺ ശങ്കറാണ് നമ്മുടെ കൂടെയുള്ളത്. അരുണെ, നമ്മുടെ നാട്ടിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരുടെ നാട്ടിൽ നിന്നും ഒരു സംഭവം നമ്മുടെ നാട്ടിലേക്ക് എത്തുകയാണ്. കൃഷിയല്ലേ നമുക്ക് പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ചുരക്കയിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമാണ്? എങ്ങനെയാണ് നമ്മുടെ മണ്ണിലെല്ലാം വിളയുന്നത് തന്നെയാണോ? എങ്ങനെയാണ് ഷാജഹാൻ ആ ഒരു പ്രോത്സാഹനം എല്ലാവരും ചുറ്റും നിന്ന് നൽകുന്നത്? നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഇതര സംസ്ഥാനത്ത് നിന്നുള്ള തൊഴിലാളികളെ കാണാൻ കഴിയും. അവരിവിടെ എത്തിയതോടുകൂടി അവരുടെ സംസ്കാരവും ഇത്തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയാണ് ചുരുക്കയുടെ ആസാം വകഭേദം കേരളത്തിൽ കൃഷി ചെയ്തത്. കോതമംഗലത്താണ് ഇത് കൃഷി ചെയ്തത്. ഈ അജ്മൽ ഷാജഹാൻ്റെ ഒരു സുഹൃത്ത്, ആസാംകാരൻ ഒരു സുഹൃത്തുണ്ട്, ഉമർ അലി. അയാളാണ് ഈ ആസാം ചുരക്കയെപ്പറ്റി ആദ്യം പറഞ്ഞത്. അതിൽ കൂടുതൽ വിളവ് ലഭിക്കുമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ വിത്ത് അവിടെ നിന്ന് ഉമർ കൊണ്ടുകൊടുത്തു. ആദ്യം കൃഷി ചെയ്തു, അത് നല്ല വിളവ് ലഭിച്ചു. അതിനുശേഷം 2 ഏക്കറിലോളം വരുന്ന സ്ഥലത്ത് വിത്തിറക്കി. അങ്ങനെ അതും നല്ല വിളവ് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ സ്ഥലം പാട്ടത്തിനെടുത്തുകൊണ്ട് ഈ ചുരക്ക കൃഷി ചെയ്യാനാണ് അജ്മലിൻ്റെ തീരുമാനം. അതിന് എല്ലാ പിന്തുണയുമായി പഞ്ചായത്തും അതോടൊപ്പം തന്നെ കൃഷിഭവനും ഒപ്പമുണ്ട്. അവർ പറയുന്നത് മികച്ച രീതിയിൽ തന്നെ ഇത് കൃഷി ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ചുരക്കയെ അപേക്ഷിച്ച് നല്ല വിളവ് ഈ ആസാം ചുരക്കയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ കൃഷി ചെയ്ത അനുഭവത്തിലൂടെ അജ്മലിന് ബോധ്യമായത്. അങ്ങനെ അന്യസംസ്ഥാനത്തു നിന്നുള്ള പല കാർഷിക വിളകളുടെയും വകഭേദങ്ങൾ കേരളത്തിൽ കൂടി എത്തുന്നു. അത് അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിലേക്കും കൂടി അത് കടന്നു വരുന്നു. അങ്ങനെ ഒരു പുതുരുചിയായിട്ട് ഇത്തരത്തിലുള്ള സാംസ്കാരിക കൈമാറ്റങ്ങൾ വഴിവെക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അതെ, തീർച്ചയായും. മാത്രമല്ല കൃഷി കൂടിയാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കാം. എന്തായാലും ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മണ്ണിലൊക്കെ 100 മേനി വിളവ് കൊയ്യാനാകും എന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് അജ്മൽ ഷാജഹാൻ. ശരിയാണ്.